നെഗറ്റീവ് മാർക്കറ്റിംഗ് ടെക്നോളജി നിങ്ങൾ MBA പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ചോദിച്ചു നോക്ക്. തേർഡ് സെമ്മിന് പഠിക്കുന്ന ഒരു കാര്യമാണ് നെഗറ്റീവ് മാർക്കറ്റിംഗ് ടെക്നോളജി അല്ലെങ്കിൽ വൈറൽ മാർക്കറ്റിംഗ് ടെക്നോളജി. നിങ്ങൾ ആരെങ്കിലും കുറ്റം പറയാൻ റെഡിയാണ്, ഞാൻ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് ഞാൻ 10,000 നിങ്ങളുടെ അക്കൗണ്ട് ഞാൻ അയച്ചുതരാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എനിക്കൊരു കാര്യത്തിൽ നിങ്ങളോട് വലിയ ബഹുമാനമുണ്ട്. അടുത്ത ക്ലാസ് ഇപ്പോൾ ആരംഭിക്കാൻ പോകും. ഒക്ടോബർ 1-ാം തീയതി മുതൽ നമ്മൾ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പെട്ടെന്ന് പേയ്മെന്റ് ചെയ്യാൻ നമ്മൾ പേയ്മെന്റ് ചെയ്തോ. അങ്ങനെ നമ്മൾ കേരളം മുഴുവൻ ഓഫീസ് ആരംഭിക്കാൻ പോകും. അപ്പോൾ തേർഡ് ബാച്ചും കൂടി കഴിയുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളിൽ ഓരോരുത്തരെയും എടുത്തിട്ട് നമ്മൾ ഓരോ ജില്ലയിലും ഓഫീസ് ഓപ്പൺ ചെയ്യും. ഒരു ദിവസം 1 മണിക്കൂർ വെച്ച് 90 ദിവസം കൊണ്ട് നമ്മളുടെ ഈ ജ്യോതിഷം മുഴുവൻ ആർക്കെങ്കിലും പകർന്നു കൊടുക്കാൻ പറ്റുമോ? അത് നിങ്ങൾ പൂർണ്ണമായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല. അത് നിങ്ങൾ ഓട്ടോമാറ്റിക് നിങ്ങൾ പ്രകൃതി പഠിപ്പിച്ചോളും ഓഫീസൊക്കെ ആരംഭിക്കുമ്പോൾ. അങ്ങനെ നിങ്ങളുടെ പേരിൽ ഓരോ ജില്ലയിലും ഓഫീസ്, പാലക്കാടും തൃശ്ശൂർ ഓഫീസ് ഉണ്ട്, പാലക്കാട്, അതുപോലെ തന്നെ മലപ്പുറം, കോഴിക്കോട്, അങ്ങനെ ഓരോ ജില്ലകളിലും നമ്മൾ 14 ജില്ലകളിലും നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരിക എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ഇമ്പോസിബിൾ ആണ്. പക്ഷെ നിങ്ങൾക്കിത് ഭാവിയിൽ മനസ്സിലാവും. ഞാൻ എന്താണ് ഈ പറഞ്ഞു വരുന്നത്, എന്റെ തത്വം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ മനസ്സിലാവും. ഇന്ന് ചിലപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്ന വരില്ല, ഭാവിയിൽ മനസ്സിലാകും. ഇതൊരു വലിയ തട്ടിപ്പാണെന്നാണെങ്കിലോ മനസ്സിലാക്കുന്നത് ഭാവിയിൽ എത്ര പേരുടെ കാശ് നഷ്ടപ്പെട്ടിരിക്കും. അതിനോടകം 3 മാസം കൊണ്ട് ഏതാണ്ട് 500ഓളം ആളുകൾ ചേർന്നിരിക്കുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഓരോ വ്യക്തിയിൽ നിന്നും 10,000 മേടിച്ചാൽ ഇങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. താങ്കളുടെ ജീവിതം ജീവിക്കുക, കച്ചവടം കൊഴിപ്പിക്കുക. താങ്കൾക്ക് അല്പം സൈദ്ധാന്തിക ദൗർബല്യമുള്ളവരെ താങ്കളുടെ പാർട്ടിയിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തുടർന്നുകൊള്ളുക. എന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളും താങ്കൾക്കെതിരെ പരാതിയുമായി വരാത്തിടത്തോളം കാലം താങ്കൾ ഒരു തെറ്റും ചെയ്യുന്നില്ല. അബദ്ധം പറ്റിയവരുണ്ടാവാം. എല്ലാവരും വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ആരൊക്കെ എൻ്റെ അപ്പോയിന്റ് എടുത്തുണ്ടോ അവരുടെ വീഡിയോ മുഴുവൻ സേഫ് ആയിട്ടുണ്ട്. ചേച്ചിമാര്, ചേട്ടന്മാര്, എല്ലാവരും വീഡിയോസ് ഉണ്ട് ഇതിനുള്ളിൽ. പൊട്ടനല്ല ഞാൻ, മനസ്സിലായോ? ഞാൻ മണ്ടനല്ല. നിങ്ങളെ പോലുള്ള ജ്യോതിഷികൾക്ക് ഓരോ മനുഷ്യരുടെയും സാധാരണക്കാരുടെയും പല സ്വകാര്യതകളും അറിയാം, രഹസ്യങ്ങൾ അറിയാം. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഈ പറയുന്ന ദുർബല ചിത്തരായിട്ടുള്ള ആളുകളെ നിന്റെ വീഡിയോ ഞാൻ പബ്ലിക്കാക്കി വിടും ജനങ്ങൾക്ക്. ഇത്രയൊക്കെ ബുദ്ധി എനിക്കുണ്ടെങ്കിൽ പിന്നെ അതൊക്കെ ഞാൻ ചെയ്യാതിരിക്കടാ. നോക്കി കണ്ട് സംസാരിക്കട്ടാ. ഈ ജ്യോതിഷികളെ ആരാ ആശ്രയിക്കുന്നത് സുഹൃത്തെ? അതിഭയങ്കരമായ സാമ്പത്തിക ഭദ്രതയും മനസമാധാനവും സ്വസ്ഥതയും സന്തോഷവും കൊണ്ടൊക്കെ പൊറുതിമുട്ടുന്ന ജീവിതം അങ്ങനെ ഗംഭീരമായിട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ജ്യോതിഷികളുടെ ആവശ്യമുണ്ടോ? കബഡി നിരത്താൻ പോവോ? സമയം നോക്കാൻ പോവോ? ഇല്ല. ജ്യോതിഷിയെ തേടി ഒരു മനുഷ്യൻ ചെല്ലുന്നത് അവൻ്റെ ഏറ്റവും ദുർബലമായിട്ടുള്ള, അവൻ്റെ ഏറ്റവും സങ്കടം നിറഞ്ഞ, കഷ്ടത നിറഞ്ഞ ഒരു സമയത്തായിരിക്കും, അല്ലേ? അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് മനുഷ്യർക്കൊക്കെ, ഒട്ടുമിക്ക മനുഷ്യർക്കും പ്രശ്നങ്ങളൊക്കെ ഏതാണ്ട് ഒരുപോലൊക്കെ ഉള്ളത് തന്നെയാണ്. ചിലർക്ക് ദാരിദ്ര്യം, ചിലർക്ക് രോഗപീഠ, മനസ്സമാധാനമില്ലായ്മ, സ്വസ്ഥതയില്ലായ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നവും തുല്യ നിലയിൽ അനുഭവിക്കുന്ന വേറെ എത്രയോ പേര് ഈ ലോകത്തുണ്ട്. ഇതൊരു വലിയ വിവരങ്ങളുടെ ഒരു വലിയ ശേഖരമല്ലേ ഒരു ജ്യോത്സ്യന്റെ കൈവശം കിട്ടുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ പറയുന്ന പല കാര്യങ്ങളും അത് ഫലിക്കും. അത് ജ്യോതിഷിയാവണം എന്ന് പോലുമില്ല. ചില കാര്യങ്ങൾ, ചില പ്രവചനങ്ങൾ നടത്തിയാൽ ഫലിക്കും. അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ നിങ്ങളിങ്ങനെ എന്നെ അങ്ങോട്ട് പെടുത്തിക്കളയാം, അല്ലെങ്കിൽ എന്നെ അങ്ങനെ കുറേ ചേച്ചിമാരെയൊക്കെ വിട്ടുകൊണ്ട് സമയം കിട്ടി, അനുകൂലമായൊരു സമയം വന്നിരിക്കുന്നു, നിറഞ്ഞാടൂ എന്നൊക്കെ പറയുന്നത്, അങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്ക് ഒരു നഷ്ടവുമില്ല, എനിക്ക് യാതൊരു കഷ്ടവുമില്ല, എനിക്ക് യാതൊരു പ്രയാസവുമില്ല. എനിക്ക് നല്ല തൊലിക്കെട്ടിയുള്ള ഒരാൾ തന്നെയാണ്. എനിക്ക് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. താങ്കൾ എന്ത് വേണമെങ്കിൽ, ആരെ കൊണ്ട്, താങ്കളുടെ ഏത് ശിഷ്യന്മാരെ കൊണ്ട് താങ്കൾ ഇതൊക്കെ പറയിപ്പിച്ചാലും എന്നെ സംബന്ധിച്ച് പ്രശ്നമില്ല. പിന്നെ താങ്കൾ ഇതേപോലെ എന്തെങ്കിലും തരത്തിലുള്ള ഗ്രൂപ്പുകളിലൂടെ പണം സമ്പാദിച്ച് 3 മാസം കൊണ്ട് ജ്യോതിഷം പഠിപ്പിക്കുന്നു എന്നൊക്കെ ആരോടെങ്കിലും പറയുന്നുണ്ടോ, വാഗ്ദാനം നൽകുന്നുണ്ടോ, അതിലാരെങ്കിലുമൊക്കെ വീഴുന്നുണ്ടോ, അവർക്കെല്ലാം വേണ്ടുന്ന രീതിയിലുള്ള അറിവുകൾ താങ്കൾ പകരുന്നുണ്ടോ, താങ്കൾ ഒരു വലിയ ശിഷ്യഗണ സമ്പത്ത് ഉണ്ടാക്കിയെടുക്കുന്നുണ്ടോ, താങ്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സിദ്ധിയുണ്ടോ? ഇപ്പം കഴിഞ്ഞ ദിവസത്തെ സംസാരത്തിനിടയിൽ തന്നെ കണ്ടു, മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു അറിവുകളുടെ ഒരു വലിയ ശേഖരം എന്നിലേക്ക് വന്ന് നിറഞ്ഞു, ഞാനതൊക്കെ നിങ്ങളുമായി പങ്കിടാം എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഒരു ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് ഞാൻ തൽക്കാലം ഈ സംസാരം ഇവിടെ നിർത്താം. അതായത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി അത് സദ്ബുദ്ധിയോടുകൂടി നിങ്ങൾ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്നെക്കുറിച്ച് പറയാൻ പോലും, നിങ്ങൾക്ക് എന്തെങ്കിലും സവിശേഷ സിദ്ധി ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്നെക്കുറിച്ച് പറയാൻ പോലും എൻ്റെ നാളോ പേരോ ജനിച്ച സമയമോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്നെ കുറിച്ച് നിങ്ങൾ പറഞ്ഞിരിക്കും.
ഇനി ഇപ്പോൾ തീർച്ചയായിട്ടും പോകുമോടനെ കുറിച്ച് അത്യാവശ്യം നെറ്റിൽ പരതിയാൽ കുറേയൊക്കെ കിട്ടുന്ന കാലമായിട്ടുണ്ട്. എൻ്റെ ഫോൺ നമ്പർ വരെ ഇപ്പോൾ ആളുകൾക്ക് കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ തന്നെ കൊടുത്തത് അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ എന്നെക്കുറിച്ച് അറിയാനുള്ളതൊക്കെ എൻ്റെ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ ഭാവിയെക്കുറിച്ച്, ഞാൻ അവിടെയാണ് പറഞ്ഞത് എൻ്റെ ഭാവിയെക്കുറിച്ച് ഒരു പ്രവചനം ഞാൻ ഇന്നലെ നടത്തിയിരുന്നു. അതിനെക്കുറിച്ചുകൂടെ പറഞ്ഞിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, ഈ സംസാരം ഇവിടെ നടത്തുന്നത്. ആ പ്രവചനം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ ചോദിച്ചത് നിങ്ങൾ ഒരു ഹിന്ദുവാണോ? ഹിന്ദുവാണെങ്കിൽ തന്നെ നിങ്ങളൊരു ഭക്തനായിട്ടുള്ള ഹിന്ദുവാണോ? ഭക്തനായിട്ടുള്ള ഹിന്ദുവാണെങ്കിൽ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഹിന്ദുവാണോ? അങ്ങനെയാണ് എങ്കിൽ തന്നെ, ഇതെല്ലാം അങ്ങനെയാണ് എങ്കിൽ തന്നെ ഉണ്ട് എന്നാണ്, അല്ലെങ്കിൽ അതാണ് എന്ന് ഉത്തരമെന്നുണ്ടെങ്കിൽ, എല്ലാം വളരെ അനുകൂലമായിട്ടുള്ള ഉത്തരമാണെന്നുണ്ടെങ്കിൽ ഒരു ചോദ്യവും കൂടി ഞാൻ നിങ്ങളോട് ചോദിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ സഹജീവികളെ അത്യാവശ്യം വിശ്വസിക്കുന്ന തരത്തിലുള്ള സ്വഭാവ ദൗർബല്യമുള്ള ഒരാളാണോ? ഇതെല്ലാം അങ്ങനെയാണ് എങ്കിൽ ഉറപ്പായിട്ടും ഈ കേട്ട ശബ്ദത്തിൻ്റെ ഉടമയുടെ അടിമയായി നിങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. താങ്കൾ ഏർപ്പെടുന്ന മേഖല അതായതുകൊണ്ടാണ്. ജ്യോതിഷം എന്ന് പറയുന്ന ഒന്നിൽ സ്വാഭാവികമായിട്ടും ആളുകൾ വീഴും. അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ പ്രവചനം ശരിയാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സങ്കല്പ ഊഹമാണ് ഇങ്ങനെ ഉള്ളത്. താങ്കളുടെ ഈ ശബ്ദത്തിൻ്റെ ഉടമയുടെ അടിമയായി നിങ്ങൾ മാറിയേക്കാം എന്ന് പറയുന്ന ഒരു സാധ്യതയാണ്. ആ പ്രവചനം ഫലിക്കാം, ഫലിക്കാതിരിക്കാം. പക്ഷെ ഞാൻ അങ്ങനെ ഒന്ന് പ്രവചിച്ചു. ഇനി ഞാൻ പറയട്ടെ, ജ്യോതിഷിയുടെ സഹായം തേടുന്നത് ആരാണ്? എന്തുകൊണ്ടാണ് ജ്യോതിഷത്തിൽ ആളുകൾ വിശ്വസിക്കുന്നത്? പ്രധാനമായിട്ടും നാളെയെക്കുറിച്ചുള്ള നമ്മളുടെ അറിവില്ലായ്മയാണ്. നാളെ എന്ത് സംഭവിക്കും, അടുത്ത നിമിഷം എന്ത് സംഭവിക്കും നമുക്ക് എന്നുള്ള കാര്യം പറയാൻ ആർക്കാണ് പറ്റുക? നാളെയെക്കുറിച്ച് നമുക്ക് ഉറപ്പോടുകൂടി എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുന്നത് ആർക്കാണ്? ശാസ്ത്രജ്ഞന്മാർക്ക് സാധിക്കില്ല. അവർക്ക് വേണമെങ്കിൽ പറയാം, ഒരു ഇത്ര ആയിരക്കണക്കിന് വർഷങ്ങൾക്കപ്പുറം നമ്മളുടെ സൂര്യൻ, നമുക്ക് പ്രകാശം തരുന്ന സൂര്യൻ ഇല്ലാതാവുകയും അതുകൊണ്ട് തന്നെ സൂര്യനെ ആശ്രയിച്ച് കഴിയുന്ന നമ്മുടെ ഭൂമി അടക്കമുള്ള എല്ലാ ഗ്രഹങ്ങളും ഒക്കെ അങ്ങ് നശിച്ച് നാറാണക്കല്ല് പിടിച്ചു പോകുമെന്നും ശൂന്യതയാവുമെന്നും ഒരു വലിയ ഇല്ലായ്മയായി മാറുമെന്നുമൊക്കെ ശാസ്ത്രജ്ഞന്മാർക്ക് പറയാം. അതല്ലാതെ നമ്മുടെ ഓരോ വ്യക്തികളുടെയും നാളെ എന്നുള്ളത് എന്താണെന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് പറയാൻ പറ്റില്ല. ഡോക്ടർമാർക്ക് പറ്റുമോ? പറയാൻ പറ്റില്ല. കാരണം ഡോക്ടർമാർക്ക് നമ്മളുടെ രക്തമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭാവിയിൽ നിങ്ങൾക്ക് ഹൃദയ സംബന്ധിയായിട്ടുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാനുള്ള, ഹൃദയത്തിൽ ബ്ലോക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറയാം. അങ്ങനെയുള്ള രോഗങ്ങൾ, എന്തെങ്കിലും മഹാമാരികൾ വരാനുള്ള സാധ്യത പറയാം. അപ്പോൾ ശാസ്ത്രജ്ഞർക്കും ഡോക്ടർമാർക്കും കഴിയില്ല, നിയമജ്ഞർക്ക് പറ്റില്ല, എഞ്ചിനീയർമാർക്ക് പറ്റില്ല, ആർക്കും പറ്റില്ല നമ്മുടെ നാളെയെ പ്രവചിക്കാൻ, നാളെക്കുറിച്ച് പറയാൻ. പറ്റുന്നത് ഒരു കൂട്ടരേ ഉള്ളൂ, ജ്യോതിഷികൾ. അതുകൊണ്ടാണ് ഞാൻ ആസ്ട്രോളജി എടുത്തത്. സ്വാഭാവികമായിട്ടും നമ്മൾ മനുഷ്യർ ദുർബലരാണ്, നിസ്സഹായരാണ്, അങ്ങേയറ്റം നിസ്സഹായരാണ്. നമ്മൾ സ്വന്തമായിട്ട് ദൈവത്തെ വരെ ഉണ്ടാക്കിയ കൂട്ടരാണെന്നൊക്കെ നമ്മൾ അവകാശപ്പെടുമെങ്കിൽ പോലും നമ്മൾക്ക് നമ്മുടെ നാളെയെക്കുറിച്ച് യാതൊരു ധാരണയില്ല. അതുകൊണ്ട് തന്നെ ജ്യോതിഷികളെ സാധാരണ മനുഷ്യർ ആശ്രയിച്ചു പോവും. ആസ്ട്രോളജിയാണ് ലോകത്തെ രക്ഷിക്കാൻ പോണത്. സിദ്ധന്മാരെന്റെ അടുത്ത് പറഞ്ഞു, ഇനി ആസ്ട്രോളജി പഠിക്കുന്നവൻ ആരാണോ, ആസ്ട്രോളജി പറയുന്ന ആരാണ് നിൽക്കുന്നത്, അവനാണ് ലോകം കീഴ്പ്പെടുത്താൻ പോകുന്നവൻ. അവന്റെ അടുത്ത് ആളുകൾ തേടി വരും, അവൻ അന്വേഷിച്ച് ലോകം ആള് വരും. കാരണം എന്താ, മൊത്തം പ്രശ്നം അവനെ തേടി വരും. അത് ലോകം മുഴുവൻ വരുന്ന പറഞ്ഞു, അല്ലാണ്ട് ഇന്ത്യയിൽ വരും, കേരളത്തിൽ വരും അല്ല, ലോകം മുഴുവനും വരുന്ന പറഞ്ഞു. അത് മുൻകൂട്ടി കണ്ടിട്ടാണ് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങി നടത്തുന്നത്. നിങ്ങൾക്കും അവസരം ഉണ്ട്, ഇപ്പോഴാണ് അവസരം ഉള്ളത് പെർഫെക്റ്റ് റൂട്ടിലെടുത്ത് പോകാൻ വേണ്ടിയിട്ട്. അതൊരു വലിയ അപകടമാണ്, വലിയൊരു തൊഴിൽ രംഗമാണ്, തൊഴിൽ മേഖലയാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് അല്പജ്ഞാനികളും അതിനെക്കുറിച്ച് വേണ്ടത്ര ഗ്രാഹ്യമില്ലാത്തവരും ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അവരുടെ നാളെയെക്കുറിച്ചുള്ള കൗതുകത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ധനികരായി മാറുമെന്ന് പറയുന്ന ഉത്തമ വിശ്വാസം പോങ്ങനുള്ളത് കൊണ്ട് തന്നെയാണ് പോങ്ങന് ഇന്നലെ ആ സംസാരത്തിലൂടെ ഇതുപോലുള്ള വിഷയങ്ങൾ ഇനി അങ്ങോട്ടേക്ക് കുറച്ച് സംസാരിക്കുമെന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിനെ ഡിസൈൻ ചെയ്ത് പേരിട്ട്. കാരണം അതിന് അമ്പലമില്ല, പൂജയില്ല, വഴിപാടില്ല, ഒന്നുമില്ല. അമ്പലമില്ല, പൂജയില്ല, വഴിപാടില്ല, ഒന്നുമില്ല. അമ്പലമില്ല, പൂജയില്ല, വഴിപാടില്ല, ഒന്നുമില്ല. അങ്ങനെ ആസ്ട്രോളജിമാർ കേരളത്തിലാണുള്ള. അതാണ് എന്റെ തിയറി എന്നുകൊണ്ട് ആ പേരിട്ട് വെച്ചത്. ഓക്കെ, എന്റെ തിയറിക്ക് വേറൊരു സീക്രട്ട് ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവില്ല പറഞ്ഞു കഴിഞ്ഞാല്. താങ്കളെ പ്രൊമോട്ട് ചെയ്തിരിക്കുന്ന ഓരോ ചാനലുകളും ഞാൻ നോക്കി. അതിനകത്ത് എന്റെ താല്പര്യങ്ങൾക്ക് ഇരപ്പെട്ടിട്ടുള്ള തീവ്ര വലതുഭാഗത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന ചാനലുകൾ പോലും താങ്കളെ അംഗീകരിച്ചിട്ടുണ്ട്, താങ്കളെ അവതരിപ്പിച്ചിട്ടുണ്ട്, സമൂഹ മധ്യത്തിലേക്ക് വിളമ്പിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചെറിയൊരു സങ്കടം തോന്നിപ്പോയി. അതുകൊണ്ട് തന്നെ താങ്കളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ വലിയ അപകടം ഞാൻ നേരിടാനുള്ള സാധ്യതയുണ്ട്. കാരണം എനിക്ക് എൻ്റെ പിന്നിൽ ഞാനല്ലാതെ ആരുമില്ല, ഒരാളും എൻ്റെ പിന്നിലില്ല, ഒരു സംഘടിത ശക്തിയും എൻ്റെ പിന്നിലില്ല, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും എൻ്റെ പിന്നിലില്ല. ഞാൻ ഭക്തജനങ്ങളെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരാളല്ല. എനിക്ക് വേണ്ടി പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഈ നാടിനെ വിശ്വസിക്കുന്നു. ഈ നാട്ടിലുള്ള പാവപ്പെട്ട മനുഷ്യർക്കാർക്ക് ഉപദ്രവം ഉണ്ടാവരുതേ എന്ന് വിചാരിക്കുന്നു. ആ പാവപ്പെട്ട ഞാൻ
ഈ പറയുന്നത് ആർക്കു വേണ്ടിയാണോ അവരാരും എൻ്റെ വീഡിയോ കാണുന്നവർ പോലുമല്ല. സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ പോലും ഇല്ലാത്ത മനുഷ്യരെ പറ്റിയാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അതുകൊണ്ട് എനിക്കിത് കച്ചവടമല്ല. എന്നെയൊക്കെ കണ്ട് ആരെങ്കിലുമൊക്കെ ഒന്ന് ഇപ്പം താങ്കൾ തന്നെ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് താങ്കളുടെ ഗ്രൂപ്പിലൊക്കെ ഒന്ന് പ്രചരിപ്പിച്ച് കുറച്ച് കാഴ്ചകൾ ഉണ്ടാക്കി തന്നാൽ തീർച്ചയായിട്ടും അത് വലിയ സന്തോഷമാണ്. എനിക്ക് കുറച്ച് കാഴ്ചകൾ നിങ്ങൾ തരിക. കാരണം എനിക്ക് സംഖ്യകളില്ല, കമ്മികളില്ല, സുടുക്കളില്ല, കൊങ്ങികളില്ല, എനിക്ക് നായന്മാരില്ല, ഈഴവരില്ല, അല്ലെങ്കിൽ ഒരു ജാതി മതസ്ഥരും എൻ്റെ കൂടെ ഇല്ല, ഒരു സംഘടിത ശക്തിയും എൻ്റെ കൂടെ ഇല്ല. ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ കാഴ്ചകൾ നിരന്തരം കുത്തനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. താങ്കൾ ഒരു വലിയ പുണ്യജന്മമാണെന്നുണ്ടെങ്കിൽ ആ കാഴ്ചകളൊന്ന് വർദ്ധിപ്പിച്ചു തരിക. ഞാൻ വീഡിയോ ജനങ്ങൾക്ക് കൊടുത്തോളാം. എനിക്ക് കേൾവിക്കാരെ ഉണ്ടാക്കി തരിക. എനിക്ക് താങ്കളെ പോലെ 3 മാസം കൊണ്ട്, അല്ലെങ്കിൽ താങ്കളെ പോലെ എന്നല്ല, താങ്കളെ പോലുള്ള ജ്യോതിഷികളേക്ക് 3 മാസം കൊണ്ട് ഞാൻ ജ്യോതിഷം പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് 500 പേരിൽ നിന്ന് 10,000 വെച്ച് 50 ലക്ഷം രൂപയൊന്നും 3 മാസം കൊണ്ട് ഉണ്ടാക്കാനുള്ള ശേഷി എനിക്കില്ല. പൊട്ടനല്ല ഞാൻ, നോക്കിക്കൊണ്ട് സംസാരിക്കുന്നത് കേട്ടാ. താങ്കളുടെ സബ്സ്ക്രിപ്ഷൻ്റെ 10 ഇരട്ടി സബ്സ്ക്രിപ്ഷൻ എനിക്കുണ്ട്. താങ്കളുടെ സബ്സ്ക്രിപ്ഷൻ്റെ എണ്ണം പോലും എനിക്ക് മാസം വരുമാനമായിട്ട് കിട്ടുന്നില്ല. അതുപോലും എനിക്ക് സാധിക്കുന്നില്ല. ഞാൻ മണ്ടനല്ല. അങ്ങനെയുള്ള ഒരാളാണ്. അതുകൊണ്ട് താങ്കൾക്ക് എന്നെക്കുറിച്ച് അങ്ങോട്ട് ഇവനെതിരെ പോയി അങ്ങോട്ട് അത് കൊട്ടേഷൻ കൊടുപ്പാണ്. ആ പണി താങ്കൾക്ക് താങ്കളുടെ ഗ്രൂപ്പിലുള്ള താങ്കളുടെ ഭക്തജന സമ്പത്ത് വെച്ചുകൊണ്ട് എനിക്കെതിരെ വർത്തമാനം പറയിപ്പിക്കാൻ പറ്റുമായിരിക്കും. എനിക്ക് ഒരു കോപ്പുമില്ല. നോക്കിക്കൊണ്ട് സംസാരിക്കുന്നത് കേട്ടാ. ഒരു കോപ്പുമില്ല. ഞാൻ സാധാരണ മനുഷ്യർ ഉപദ്രവിക്കപ്പെടരുത്, അവരുടെ കീശ പോകരുത്, അല്ലെങ്കിൽ കാരണം അവർ നാളെ എന്താകും, നരകിച്ച് ദാരിദ്ര്യം പിടിച്ച് ജീവിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ഇരകളായി മാറരുത്. നിങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള അല്പജ്ഞാനികളായിട്ടുള്ള ജ്യോതിഷികളുടെ ഇരകളായി പോകരുതെന്ന് പറയുന്ന ആഗ്രഹത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. ഇനിയും ഞാനത് സംസാരിക്കും. സഹജീവികളോട് സാമൂഹ്യ ജീവി എന്ന നിലയിൽ ഞാൻ കാണിക്കേണ്ട ഉത്തരവാദിത്വമാണ് ഞാൻ കാണിക്കുന്നത്. അതിനിയും തുടരും. ഈ പൊങ്ങൻ എന്ന് പറഞ്ഞ ആളുടെ ചാനലിൽ ആ വീഡിയോയിലെ കമന്റ് വെച്ചിട്ട് കുറെ പേരായി വരുന്നുണ്ട്. എങ്ങനെയുണ്ട് അവന്റെ? ഞാൻ കമന്റ് വെച്ചിട്ട് ഇത് കൊള്ളാലോ, ഇതെന്ത് ഇത്ര സപ്പോർട്ട് ഉണ്ടാ, ഇതെന്താ സംഭവം? കുറെ പേര് കൊന്നുറങ്ങി. ഞാൻ മണ്ടനല്ല. ഇത്രയൊക്കെ ബുദ്ധി എനിക്കുണ്ടെങ്കിൽ പിന്നെ അതൊക്കെ ഞാൻ ചെയ്യാതിരിക്കടാ. അപ്പൊ നോക്കിക്കൊണ്ട് സംസാരിക്കട്ടാ. വന്നിട്ട് ആരോടാണ് എന്താണ് സംസാരിക്കാൻ ബോധം വേണമെന്ന്. നിന്റെ വീഡിയോ ഞാൻ പബ്ലിക്കാക്കി വിടും ജനങ്ങൾക്ക്.